അസ്സലാമു വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ്. ഇന്ന് ഏതാണ് അലേഹ അല്ലെന്ന് ഇൻട്രോ പറയാം. ഇൻട്രോ പറയാനുള്ള അലേഹ ദാ അവിടെ കളിക്കുന്നു. അലേഹ നോക്കട്ടെ. അമ്മന്റെ കയ്യിൽ ഏതാ കുട്ടി നോക്കേ. ലേന മോൾക്ക് ഒരു അവ കൊടുത്താ ബാ നോക്ക് കൊടുക്ക്. ഒരു അവ കൊടുക്ക്. ലെനക്ക് അതൊക്കെ ക്യാമറയൊക്കെ അവ കൊടുക്കുന്നത്. ക്യാമറക്കല്ല ഇവിടെ ലെനക്ക് അവ കൊടുക്ക്. ലെനക്ക് എന്നാ ഒരു അവ കൊടുക്ക്. ഭയങ്കര ഗൗരവാണ് അല്ലേ. ഗൗരവക്കാരത്തിയ. ഇന്നലെ ആരോ എന്നോട് പറഞ്ഞ് നൗഫൽ എന്താണ് നൗഫലിന്റെ കുട്ടികളെ മാത്രമേ എടുക്കുള്ളൂ, ബാക്കിയുള്ള കുട്ടികൾ എടുക്കലില്ലേന്ന്. ഈ കുട്ടീനെ എടുക്കാനിട്ടൊന്നല്ല, ഞാൻ എടുക്കലൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇത് ഫുൾ ടൈം കരച്ചിലാണ്. ഇന്നിതാ ഒന്ന് കരയാതെ 2 ദിവസമായിട്ട് കരയണില്ല അല്ലേ. കരച്ചിലാണ്. അപ്പൊ പിന്നെ നിജാസിന്റെ അടുത്തും കുട്ടി കരച്ചിൽ തന്നെ. കുട്ടി ചക്കരന്റെ അടുത്താണ് ഇത് കരയാത്ത സ്ഥലം. അപ്പൊ പിന്നെ നമ്മളും കൂടി എടുത്തിട്ട് എന്തിനാ കരയിക്കണ വെച്ചിട്ടാണ്. ഇന്ന് ഇതാ കരയണമൊന്നുമില്ല, എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ഓരോ ആൾക്കാർക്കും ഇപ്പൊ ഞാൻ എടുക്കണതും കാണിക്കണം, ഇനി എടുത്ത് നടക്കണതും കാണിക്കണം, എന്തെങ്കിലുമൊക്കെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമല്ലോ. എന്താ കുട്ടീനെ എടുക്കാത്ത നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുട്ടീനെ എടുത്ത് കാണിക്കണം, കുട്ടീനെ തലയിൽ ഏറ്റി നടക്കണം അല്ലേ. ഇതായിരിക്കണേ കൊല്ലത്തെ കുട്ടി ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഗൗരവം നോക്കാം. ഈ ആറ്റിറ്റ്യൂഡിന്റെ കിങ്ങാണ്. ഇതൊക്കെ ഒരാള് അവിടെ പോയിരിക്കുന്നുണ്ട്. അലേഹ നമ്മളെ ഫ്രണ്ടിലെ ഈ കലാത്തി ചെടി മൊത്തം നമ്മൾ മാറ്റുകയാണ്. ഇനി അവിടെ വേറെ മേക്ക് ഓവർ, അതേപോലെ ഈ ചെടികളെ നമ്മൾ മാറ്റുകയാണ്. ഇവിടെ വേറെ വെക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് പണികൾ നമ്മൾ എടുക്കാം. കുറച്ച് തണുത്ത വെള്ളാണ്ട് പച്ചവെള്ളാണ്ട് മക്കളവിടെ മക്കളുടെ തല്ലാണ് ഇവിടെ. ഈ 2 കുട്ടികൾ കൂടെ വരാണ്ട്. വേറെ കുട്ടികളും കുടുംബക്കാരൊക്കെ ആയിട്ട് ഇപ്പം ഇങ്ങനെ നമ്മളെ കുടുംബം ഇങ്ങനെ വലുതായി വരികയാണ്. ഇത് എൻ്റെ കുട്ടി, ഇത് ചക്കരൻ്റെ കുട്ടി, ഇനി സൗഫിൻ്റെ കുട്ടികൾ വരാണ്ട്, ഇനി എൻ്റെ ഒരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്, എത്ര വേറെ കുട്ടികളുണ്ട് എന്താ നോക്കട്ടെ. കയ്യിലെന്താ 5 ഉള്ളൂ. കറക്റ്റ് എണ്ണിയൊക്കെ. നിങ്ങൾക്ക് എത്ര വേണം? 10 പേരക്കുട്ടികളായിക്കോട്ടെ അല്ലേ. ഈ ചെടിയൊക്കെ പറിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ന്യൂസിലെ നമുക്ക് പൈസൻ്റെ അഹങ്കാരം തന്നെയാണെങ്കിൽ. പൈസൻ്റെ അഹങ്കാരമല്ലേ. ഈ ഒരു ചെടി ഇവിടെ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഒക്കെ പല്ല് പോലെ. അങ്ങനെയല്ല, അത് വെയിൽ കൊണ്ടിട്ടേ ഇങ്ങനെ പൊള്ളി പോകുന്ന ചെടികളാണ്. നല്ല ചെടി തന്നെയാണ്, പക്ഷെ അത് ഇവിടെ പറ്റൂല. ഓക്കെ, അപ്പം നമുക്കിത് വേറെ സ്ഥലത്ത് വെക്കാം. ഇനി വേറെ ചെടി വെക്കും ഇവിടെ. അവിടെ ഇനി വേറെ ചെടി വെക്കും. ആ ചെരുപ്പുകളൊന്ന് മാറ്റി കൊടുത്താണ്. എന്തായാലും ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാവാം, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടാന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ കല്യാണം കഴിഞ്ഞവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഗൈസ്, പിന്നെ വേറൊരു കാര്യം, വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം പണി കഴിഞ്ഞിരുന്നാലും പിന്നെ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് ഇവിടെ ഉണ്ടാവും. ചെടി മാറ്റിയിട്ടും പുല്ല് മാറ്റിയിട്ടും ഇന്റർലോക്ക് ഇട്ടിട്ടും പിന്നെ അത് പൊളിച്ചിട്ട് വേറെ ആക്കിയിട്ടും ഒക്കെ പറയും. മാങ്ങഞ്ചി വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടിയാൽ ഉമ്മ പറയാം. ഓക്കെ, അപ്പോൾ പറയും പൈസ ഉള്ളവർക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തൊരു കമൻസ്. നമുക്കിതൊന്നും ആദ്യം അറിയില്ലല്ലോ. ചിലത് വെച്ച് കഴിഞ്ഞ് നല്ലതാണോ ചീത്തതാണോ എന്നൊക്കെ ചിലത് എപ്പോഴും അറിയല്. അപ്പം നമ്മളിവിടെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാറ്റുക. എല്ലാത്തിലും കൂടെ നെഗറ്റീവ് കാണരുത്. കാരണം കുറേ ദിവസം ഞാനത് മാറ്റാതെ തന്നെ അങ്ങനെ വെച്ചിരുന്നു. അത് വെയിലുള്ളിടത്തേക്ക് അത് പറ്റൂല. അപ്പോൾ ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കണ്ട. പിന്നെ കലാത്തിയ മാറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാഴയങ്ങാൾ ഉയരമായിട്ട് നമ്മൾ പെര കാണാതായി. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ പെര കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. അത് നല്ല ഹൈറ്റായി പോയപ്പോൾ പിന്നെ ബായിനെ വിളിച്ച് വെട്ടിയപ്പോൾ വായിൻ്റെ വെട്ടണന്മാർ ഫുള്ള് ഒപ്പാണ്ട് വെട്ടിയിട്ട് പോയി. അപ്പോൾ ആകെ ബോറായി. അപ്പോൾ ഇനി ഹൈറ്റ് ഇല്ലാത്ത ചെറിയ ചെടി വെക്കാൻ വേണ്ടി പോവാണ്. അതേമാതിരി ഫ്രണ്ടിലെ മൊത്തം ചെടികളും കംപ്ലീറ്റ് മാറ്റി പുതിയ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതൊക്കെ പുതിയ റിനോവേഷൻ വർക്കാണ്. ഇനി അതുമല്ല, നായ ചാടുന്നതിനുള്ള പരിഹാരം നാളെ ചെയ്യുന്നതാണ്. അതായത് 4 പുറം ഒന്നും കൂടി ഗ്രില്ലടിക്കാൻ വേണ്ടി പോകണം. ചാടിനോടത്ത് കൂടെ ഒക്കെ ഇരുമ്പിൻ്റെ ഗ്രില്ലടിക്കാൻ വേണ്ടി പോകണം. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് പണിക്കാർ നാളെ വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റിനോവേഷൻ പണി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുക്കളയിൽ തെറ്റൊക്കെ മാറി സിനു അടുക്കള കയറിയിട്ടുണ്ട്. ഞങ്ങൾ തെറ്റിയാൽ ഉമ്മയാണ് ആകെ കുടുങ്ങിയത്. കാരണം സിനു ഉമ്മാൻ്റെ അടുത്ത് മുണ്ടിയായിരുന്നില്ല. ഉമ്മ പറഞ്ഞല്ലോ ഈ മുണ്ടിയിലാന്ന്. നിങ്ങൾ തെറ്റിയ കാരണം അല്ലേ മുണ്ടിയങ്ങളോട്
ചോദിച്ചോട്ടെ. ഞങ്ങള് തെറ്റിയപ്പോ ഇപ്പോൾ നിങ്ങളത് മുണ്ടിയായിരുന്നോ? ഞങ്ങൾ അങ്ങോട്ട് മുണ്ടുവോ? എന്താ ഈ ഇന്നോട് തെറ്റി ഇന്നോടുള്ള ദേഷ്യം എന്താ വെച്ചാൽ അത് മറ്റവൻ പറഞ്ഞ മാതിരിയാണ്. ആണുങ്ങൾ തെറ്റിക്കഴിഞ്ഞാല് പനി വന്ന മാതിരിയും പെണ്ണുങ്ങൾ തെറ്റിക്കഴിഞ്ഞാല് കൊറോണ വന്ന പോലെയാണ്. അത് എല്ലാരും ബാധിക്കും എന്ന് പറഞ്ഞത് ശരിയാണ്. ആ വിറ്റങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ കയ്യിൽ പെടും. ആണുങ്ങൾ തെറ്റിക്കഴിഞ്ഞാല് പനി വന്ന മാതിരിയാണ്, അവർക്ക് വേഗം മാറിയ പോകും. പക്ഷെ പെണ്ണുങ്ങൾ തെറ്റിക്കഴിഞ്ഞാല് ഈ കൊറോണ വന്ന മാതിരിയാ, അത് വീട്ടിലുള്ള എല്ലാരും ബാധിക്കും. അത് അതിനിപ്പോ ഉമ്മയായാലും പാടില്ല, വാപ്പയായാലും പാടില്ല, വല്യമ്മയായാലും പാടില്ല, ആരാണെങ്കിലും പാടില്ല. ന്യൂസിൽ വല്ലാതെ പെണ്ണുങ്ങളെ തരം താഴ്ത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഗൈസ്. ഞാൻ ഒരിക്കലും കാര്യം പറയുമ്പോൾ തരം താഴ്ത്തലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇന്നലെ ഞാനൊരു വോയിസ് കിട്ടിയിരുന്നു. കാരണം ഇന്നലത്തേൽ എൻ്റെ ഡയറ്റും എൻ്റെ ഇതും കൊണ്ട് ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേന്ന് വെച്ചായിരുന്നു. ഞാൻ ആരും ഇവിടെ എൻ്റെ ഡയറ്റ് വെച്ചിട്ട് ഇവിടെ ആരും പട്ടിണി നടക്കണില്ല. ഞാനൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ലക്ഷറി ഫുഡ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കലുള്ളത്. അത് വെച്ചിട്ട് ഇവിടെ മീനും ഇറച്ചി ഇല്ലാത്ത ദിവസം ഉണ്ടാക്കിയില്ല. ഞാൻ എന്ത് കഴിക്കുകയാണെങ്കിലും ഇവിടെ മീനും ഇറച്ചി പോലും കഴിക്കുന്നുണ്ട്. എനിക്കുള്ളത് ഡിഫറൻ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡയറ്റ് വെച്ചിട്ട് ഇവിടെ ആരും പട്ടിണി നടക്കണോ ഒന്നുമില്ല. പക്ഷെ എൻ്റെ വഴിക്ക് വിട്ടാൽ മതി, മനസ്സിലായില്ലേ? അതായത് എനിക്ക് ചിലപ്പോൾ വിരുന്ന് വരാൻ പറ്റൂല. ചിലപ്പോൾ എൻ്റെ കൊടുക്ക് മാത്രമല്ല, ചക്കരയുടെ കൊടുക്ക്, നിജാസിൻ്റെ കൊടുക്ക്, സൗഫിൻ്റെ കൊടുക്ക്, ഇവിടേക്ക് ഒന്നും ഞാൻ പോയിട്ടില്ല. എന്തിന് എല്ലാ കൊല്ലം പെരുന്നാൾക്ക് ഞാൻ ചക്കന്മാരപ്പോൾ ടൂർ പോകണം, അതുവരെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും എഫേർട്ടുള്ള ഡയറ്റ് എന്തിനാണ് ഊഫിലേജ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാനത് അത്രയും എമൗണ്ട് അതിന് ചിലവാക്കിയിട്ടുണ്ട്. മറ്റേ പറഞ്ഞ മാതിരി നുഫലെ ഇനിച്ച് ഡയറ്റൊന്നും എടുക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡയറ്റ് ആവുമെന്ന്. കാരണം പട്ടിണി കിടക്കേണ്ടി അല്ലേ അത്. അല്ലാ, ചില കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ച് മലങ്ങും. അങ്ങനെ സീനും കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇത് പയറാ ബീൻസ് കണ്ടോ. ഇവിടെ നിന്ന് മുരിങ്ങ കൂട്ടാനും പരിപ്പ് കറിയാണ്. എനിക്കുള്ളത് എണ്ണ ഒഴിക്കാതെ വേറെ മാറ്റി വെച്ചിട്ടുണ്ടോ, കണ്ടോ. ഇനി വേറെ എനിക്കുള്ള ചെമ്മീൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്താ ചെമ്മീൻ ഇരിക്കുന്നത്, ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതെന്താ, ഇവർക്കുള്ളത് തൂമിച്ചിട്ട് നല്ല അടിപൊളി. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോ. പരിപ്പ്, കടുക്, മുരിങ്ങ, അടിപൊളിയാണ്. ഇനി ഇവിടെ നല്ല പുതിയാപ്പിള പോലെ പൊരിക്കുന്നുണ്ട് അല്ലേ. മത്തി എന്താ കാട്ടിയപ്പോൾ? മത്തി വേറെ കറിയുണ്ടോ? എന്നിട്ടാണോ ഇവർക്ക് പട്ടിണിയെന്ന് പറയുന്നത്? ആരാ ഇവിടെ എത്ര കൂട്ടാനതാ മത്തി വറ്റിച്ചിക്കണ്. എൻ്റെ മക്കളെ എന്നാ കേൾക്കണം നിങ്ങൾ. അപ്പം എന്തായാലും ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഈ ഇജാസ് നീച്ചോ? അലയാ കൊടുന്ന് വെച്ചിരിക്കാണ് ഗൈസ്. ഇവിടെ എന്ത് പക്ഷെ എന്തായാലും കൊടുന്ന് തരും കേട്ടോ. എൻ്റെ കുട്ടി ഇന്നാന്ന് പറഞ്ഞ് കൊടുന്ന് തരും. ഓക്കെ, അപ്പോൾ നമ്മളെ വിരുന്നുകാരെ ഇതുവരെ വീഡിയോയിൽ കണ്ടിട്ടില്ല. നമ്മൾ ഇന്നലെ മിന്നായം പോലെ കാട്ടിയതാണ് ഗൈസ്. നമുക്ക് എന്തായാലും വീഡിയോ ഇനി കറക്റ്റ് പ്രോപ്പറായിട്ട് എടുക്കണം. ഞാൻ വല്ലാതെ ഉഴപ്പൊന്നുണ്ട് വീഡിയോക്ക് അല്ലേ ഗൈസ്. ഇവിടെ തുന്നീൻ്റെ ഡീലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുമാടെ നേരം കിട്ടാത്തതുകൊണ്ടാണ്. ഒരുപാട് ആൾക്കാർ തുന്നീന്ന് സാധനങ്ങൾ എടുക്കുന്നതുകൊണ്ട് എന്താണ് കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷെ പഴയ പോലെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് എല്ലാം നോക്കണം അല്ലേ. ഇവരൊക്കെ എല്ലാ കണക്കിലും തുടങ്ങും. ഇതൊക്കെ മൊയ്മിക്കാൻ ഞാനും വേണം. അതാണ് ഇവിടെ പ്രശ്നം. പക്ഷെ ഇവിടെ ബാക്കിയുള്ള 2 പാർട്ട്നേഴ്സ് ഉഷാറാട്ടോ. ഓല് ഫുൾ ടൈം ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഈ വീഡിയോ എടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇവള് ഓർഡർ എടുത്ത ഒറ്റൊന്നു പോലും ഓർഡർ ആക്കാത്ത ആളാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാം എന്തൊക്കെ എനിക്ക് മാത്രം ഓർഡർ കിട്ടാത്തതെന്ന്. എന്താണൊക്കെ ഓർഡർ കിട്ടാത്തതെന്ന് പറയാം. ജെനുവിനായിട്ട് സംസാരിക്കാൻ പഠിക്കണം. അല്ലാതെ ഇന്നോട് സംസാരിക്കണ മാതിരി തോന്നിയത് പറഞ്ഞാലൊന്നും ആൾക്കാർ എൻ്റെ കേട്ടിക്കൊന്നുമില്ല. ആണെങ്കിൽ എടുത്താൽ മതി എന്നുള്ളതല്ല, ആൾക്കാരോട് പറയണം നമ്മുടെ തുണി ഇങ്ങനത്തെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എടുക്കാനുള്ളൊരു ഇത് വേണം. പഠിച്ച് വരുന്നുള്ളത് ശരിയാവും കേട്ടോ. അത് ശരിയാ. എനിക്ക് പഠിക്കാനും കൂടി പറ്റിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി പോയത്. എനിക്ക് പഠിക്കാനും കൂടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു വരുമാനമുള്ള ചെങ്ങായി മാറിയിരുന്നു അല്ലേ. വേണോ ഏതോ ഒരു റീലില്ലേ, എന്താ ഇങ്ങനെ പഠിക്കേണ്ട കാലത്ത് ഇങ്ങനെ പേനയും കൊണ്ട് ഇങ്ങനെ കുത്തി വരും, പിന്നെ നേരെ കല്യാണം കഴിഞ്ഞാൽ ചട്ടിയുമ്പോൾ ഇങ്ങനെ എഴുതൂലേ. ആ ഒരു ഇതെടുക്കാം. എന്തത് ഹോട്ടലിലും കൂടി ഇത്ര പാത്രം ഉണ്ടാവില്ല. എന്തെങ്കിലും ഈ അടുക്കളയൊക്കെ കാട്ടി വെച്ചിക്കണേ.
ഒരു ഹോട്ടലിൽ ഇത്ര പാത്രമല്ലേ മക്കളെ ഒക്കെ പാടെ ഇതിൽ കഴിഞ്ഞാലും ഇനി വൃത്തിയാക്കുക. അല്ല ഞാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കണേ ഇതൊക്കെ പാടെ ഒറ്റക്ക് കഴിക്കേണ്ടി വരും. ഇനി എന്ത് അല്ലേ നിയമം വന്നെന്ന് വെച്ചിട്ടേ ഞാൻ തിന്നണ പാത്രം മാത്രമേ കഴിക്കുള്ളൂ. എന്താ നിങ്ങൾ സകല പാത്രത്തിൽ കൂടെ ആക്കിയിട്ട് അതൊക്കെ കഴിക്കുക. ഇനിയിപ്പോ പാത്രവും ഞാൻ കഴിക്കുക. അവരാര് തിന്നണ അവരാരായിട്ട് കഴിക്കാൻ മതി കേട്ടോ. എന്ത് അപ്പൊ ഞാൻ വരുമ്പോഴേക്ക് എനിക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി തന്നൂടെ നിങ്ങൾക്ക്? ഈ കുടുംബം മൊത്തം ഒരു കൈവെള്ളയിൽ ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോകുന്ന എനിക്ക് ഉണ്ടാവുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് രണ്ടാൾക്കൊന്നും ഉണ്ടാക്കി തരാൻ ഇവിടെ പറ്റൂല. പിന്നെ ഒരു ഓട്സ് ഉണ്ടാക്കി വെച്ചൂടെ? ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് ഉണ്ടാക്കണം കഴിച്ച്. എന്നിട്ട് പറയും ചെരുപ്പിൽ നടക്കുന്ന ആലേഹ അല്ലേ? അങ്ങനെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഫുൾ തിരക്കാണ് ഇവിടെ. ഇതാ ഇവിടെ 6 മാസമായ ഒരു പൈതലും. ഇത് എത്ര മാസമായി? 10 മാസം. 2 മാസം കഴിഞ്ഞ ബർത്ത്ഡേ പരിപാടി ഉണ്ടോ? പരിപാടി ഓക്കെ ചാരിറ്റിയാ. ഓക്കെ അത് നല്ലൊരു കാര്യം അല്ലേ? അങ്ങനെ കൊല്ലത്തുനിന്ന് എത്തി. എന്തൊക്കെയാണ് ഇനി പെരുന്നാൾ പ്ലാനിങ്? കഴിഞ്ഞു. ട്രിപ്പൊക്കെ എവിടുക്കാ? പാലക്കാട് വന്ന ട്രിപ്പാണ് അല്ലേ? ഓക്കെ ഗായ്സ്, എങ്ങനെയുണ്ട് കുട്ടിയായിട്ടുള്ള ജീവിതം? അടിപൊളിയാ. എനിക്ക് നല്ല സുഖാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടീനെ ഇവിടുത്തെ തരാം. എക്സ്ചേഞ്ച് വേണോ? അത് വേണോ എക്സ്ചേഞ്ച്? എന്തേ എന്ത് ഇത് നല്ലൊരു കുട്ടിയടി. അപ്പൊ എന്തായാലും ഉമ്മ എവിടെ? ഉമ്മ ചോറിനെ പോയിക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും ഇവിടുത്തെ അന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ബാക്കി പരിപാടികളും കൂടി കാണാം ഗായ്സ്. ഫ്രണ്ടിലെ ഇപ്പൊ നോക്കിയൊക്കെ എത്ര മുറ്റ. ഫുള്ള് ചെടിയും പോയി ഇവിടുന്ന്. ഫുള്ള് ചെടി. ഇവിടുത്തെ ചെടി പോയി, അവിടുത്തെ ചെടി പോയി, അവിടുത്തെ ചെടി പോയി, പിന്നെ ഇവിടുത്തെ ചെടിയും പോയി. ഇവിടേക്കൊക്കെ നമ്മൾ പുതിയ ചെടി വെച്ച് ഇതിലൊക്കെ ഉറവും കുത്തിയേക്കണ്. ഉറുമ്പിൻ്റെ ശല്യം വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ചെടികളൊന്നും കളയുന്നില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ വേറെ ഹൈറ്റ് ഇല്ലാത്ത ചെടി വെക്കാൻ വേണ്ടിയിട്ട്. മറ്റേന്താ വെച്ചാൽ നമ്മളെ വീട് ഓൾറെഡി ഹൈറ്റ് ഉള്ളതുകൊണ്ട് റോട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ചെടി ഭയങ്കര ഹൈറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് മാറ്റിയതാണ്. ഇപ്പോൾ നോക്കി അത്യാവശ്യം മുറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര തോന്നില്ലെങ്കിലും നമുക്ക് ഇവിടുന്ന് ഈ ചെടി പോയപ്പോൾ അത്യാവശ്യം മുറ്റുള്ള പോലെ ഫീൽ ചെയ്യുക. ഓക്കെ, ശരിക്കും ഒരു ലൈനും പാടെ അവിടെ എന്താണ് ഇതിടാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മണ്ണൊക്കെ മാറ്റിയൊക്കെ വൃത്തിയാക്കണം. ഓക്കെ ഗായ്സ്, ഇനി നായക്കുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾറെഡി നമുക്കിവിടെ ഷൂറാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴൊന്നും അതിൽ വെക്കലില്ല കേട്ടോ. അതിനുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഈ പുറത്ത് കൊടുക്കുന്ന ഗ്രില്ല്. അപ്പോൾ നാളെ അതിൻ്റെ പണിക്കാർ വരും. അതേനെ നാളെ ചാടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം കണ്ടോ, അവിടുന്ന് ഇതുവരെ മുട്ടിക്കും. അതുമാതിരി ഇവിടുന്ന് ഇങ്ങനെ വരും. ഈ ഒരു ഗ്യാപ്പിലൂടെയൊക്കെ നായ കയറുന്നതാണ് കേട്ടോ. അതിൻ്റെ കാലിൻ്റെ അടയാളം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അടക്കും. ഇവിടെ ഒന്ന് വയ്ക്കും. പിന്നെ പിന്നാമ്പുറത്തൂടെയാണ് അതും റെഡിയാക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു അല്ലറ പണി. പിന്നെ പറ്റുമെങ്കിൽ ഈ ഒരു പുറത്ത് ഇൻ്റർലോക്ക് ഇടണമെന്നുണ്ട്. ഈ പുറത്ത് നമ്മൾ അന്ന് വീട് പണി എടുക്കുന്ന ടൈമിൽ ഇൻ്റർലോക്ക് ഇട്ടിട്ടില്ല, കുറച്ച് ഏരിയ മാത്രം. ഇതും കൂടി ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിച്ചോരി ഇതാക്കാനൊക്കെ വൃത്തിയാവും കണ്ടോ. ഷൂറായൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ പഴയതും പുതിയതായിട്ട് ഒരുപാട് ചെരുപ്പുകൾ ഇതിൽ ഉള്ളതുകൊണ്ടാണ് എന്താക്കിയിട്ടുള്ളത്. നേരെ അടയുന്നില്ലേ. പിന്നെ രാത്രിയൊക്കെ വരുമ്പോൾ അങ്ങനെ ഇതന്നിപ്പോൾ ഈ ചെരുപ്പുകളൊക്കെ കയ്യിലിടാറുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.